പാലക്കാട്ടെ ഇരട്ട വോട്ട് ആരോപണത്തിൽ ഫീൽഡ് തല പരിശോധന ഇന്നാണ്. ആരോപണം ഉയർന്ന മേഖലകളിൽ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ചെല്ലും. മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടെന്ന് മറച്ചുവെച്ചാൽ നടപടിയും വരും. 24 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ സംഭവം? SKN CPIഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ഈ ഇരട്ട വോട്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയർത്തിയത്. അതിൽ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അടക്കമുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിട്ടിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലും KM ഹരിദാസിന് വോട്ടുണ്ട്, പാലക്കാട് നഗരസഭയിലും അതായത് പാലക്കാട് മണ്ഡലത്തിലും അദ്ദേഹത്തിന് വോട്ടുണ്ട്. അതിന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് വിശദീകരണം നൽകിയത് താൻ 3 വർഷക്കാലമായി BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് താൻ ഇവിടെ വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട്. SKN നമ്മൾ അല്പസമയം കളക്ടറുമായൊക്കെ സംസാരിച്ചിരുന്നു. അവർ ഒരു പ്രതികരണം തരാനായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ആ അപേക്ഷയിൽ മറ്റൊരു സ്ഥലത്ത് വോട്ടുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസടക്കം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നം, ഇങ്ങനെ വോട്ട് ചെയ്യാനായി ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ചട്ടപ്രകാരം സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ആ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ന് ഫീൽഡിൽ ഒരു പരിശോധന, അത് ഏതാണ്ട് 100-ലധികം വരുന്ന BLOമാരുടെ മീറ്റിംഗ്, 180ഓളം BLOമാരുടെ മീറ്റിംഗ് ഇന്നലെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഫീൽഡിൽ കൃത്യമായി ആരോപണം ഉയർന്ന മേഖലകളിലെ ഫീൽഡിൽ കൃത്യമായ പരിശോധന നൽകി റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തഹസിൽദാർമാർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ ഓഫീസർമാർക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയോടുകൂടി ആ ഒരു റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ ജില്ലാ കളക്ടറുടെ അടുത്തെത്തും. അപ്പോൾ ഈ വോട്ട് ഏതെങ്കിലും തരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടാൽ 2700ഓളം വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് കണക്ക് സഹിതമാണ് CPIM നേതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ വോട്ട് ഉണ്ട് എന്ന് മാർക്ക് ചെയ്താൽ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേർന്നത്.